വയനാട് ഭീതി വിതച്ച കാട്ടാനയുടെ ദൂരസ്ഥലത്തേക്ക് മാറ്റണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധവുമായി നാട്ടുകാർ. അജീഷിനെ കൊന്ന പ്രദേശത്തു നിന്നും 500 മീറ്റർ മാത്രം അകലെയാണ് കാട്ടാനയുടെ സിഗ്നൽ നേരത്തെ കണ്ടെത്തിയിരുന്നത്. അതേസമയം അജീഷിന്റെ മൃതദേഹം വിലാപയാത്രയായി വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. ഇവരുമായി പ്രജിത് മോഹൻ ചേരുകയാണ്. പ്രജിത്ത്, നേരത്തെ വനവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് 500 മീറ്റർ മാത്രം അകലെയാണ് ഈ ഒരു ആനയുടെ സിഗ്നൽ ലഭിച്ചിരുന്നത്. അജീഷിനെ കൊലപ്പെടുത്തിയ ആ ഒരു സംഭവ സ്ഥലത്ത് നിന്നും പിന്നീട് നാളെ മാത്രമേ മയക്കുവെടി വെക്കൂ എന്നാണ് അധികൃതർ പറഞ്ഞിരുന്നത്. അതേസമയം ജനവാസ മേഖലയിൽ നിന്നും കാട്ടിലേക്ക് തുരത്താനുള്ള ശ്രമം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ഘട്ടത്തിൽ തന്നെയാണ് കാട്ടിലേക്ക് താൽക്കാലികമായി തുരത്തിയാൽ മാത്രമല്ല ദൂരസ്ഥലത്തേക്ക് മാറ്റണമെന്ന ആവശ്യവുമായി നാട്ടുകാർ പ്രതിഷേധമായി രംഗത്ത് വന്നിരിക്കുന്നത്. നാട്ടുകാരുടെ പ്രതിഷേധം എത്രത്തോളം ശക്തവുമാണ്? കെ.പി. നാട്ടുകാരുടെ പ്രതിഷേധം എന്ന് പറഞ്ഞാൽ ഈ ആനയെ കാട്ടിലേക്ക് തുരത്താൻ അനുവദിക്കില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് അവർ ആവശ്യപ്പെടുന്നത്. ആനയെ കാട്ടിലേക്ക് തുരത്തുന്നതിന് പകരം അതിനെ മയക്കുവെടി വെച്ച് പിടികൂടി ഈ മേഖലയിൽ നിന്ന് കൊണ്ടുപോകണമെന്നാണ്. കാരണം കാട്ടിലേക്ക് തുരത്തിയാൽ ആന തിരിച്ച മേഖലകളിലേക്കൊക്കെ വരാനുള്ള സാധ്യത ഉണ്ടാകും. ഇവിടെ കുറുവാദ്വീപ് മേഖലയിലേക്കൊക്കെ ആന ഇറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്നാണ് അവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ പോലീസുകാർക്കെതിരെ അല്പസമയം മുമ്പ് നാട്ടുകാർ തട്ടിക്കറുന്ന രീതിയിൽ അല്ലെങ്കിൽ പ്രതിഷേധം നടത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയിരുന്നു. പ്രത്യേകിച്ച് ഇവിടെ ഒരു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥൻ പോലും ഇല്ല. നമ്മളിപ്പോൾ ഉള്ളത് ഈ അജീഷിന്റെ സ്ഥലത്തിന് തൊട്ടടുത്താണ്. ഇദ്ദേഹത്തിന് ആന ആക്രമിച്ച ആ സ്ഥലത്ത് തൊട്ടടുത്ത് തന്നെയാണ് നമ്മൾ. അപ്പോൾ ഇവിടെ പോലീസുകാർ ഇല്ല എന്നുള്ള ഫോറസ്റ്റ് വകുപ്പിൽ നിന്ന് ഒരു ഉദ്യോഗസ്ഥനും ഇല്ല എന്ന് കാട്ടിയായിരുന്നു ഇവിടെ ആളുകളുടെ പ്രതിഷേധമുണ്ടായത്. കുറച്ചധികം ആളുകൾ ഇവിടെ കൂടി ഈ പോലീസുകാർക്കെതിരെ മുദ്രാവാക്യം വിളിക്കുകയും പോലീസുകാരെ അല്ല തങ്ങൾക്ക് കാണേണ്ടത് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെയാണെന്നും അവരെയാണ് ഇവിടെ ഈ കാര്യങ്ങൾക്ക് ഏകോപിപ്പിക്കേണ്ടതും നടപടി സ്വീകരിക്കേണ്ടതും എന്നെല്ലാം ചൂണ്ടിക്കാട്ടിയുള്ള പ്രതിഷേധമാണ് അവർ നടത്തിയത്. അങ്ങനെ ചേട്ടാ, എന്താ നിങ്ങളൊരു പ്രതിഷേധം ഉയർത്താനുള്ള ഒരു കാരണം എന്താ? പ്രതിഷേധം വെക്കാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ചാല് ഇവിടെ ഭയങ്കര കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരു വ്യക്തികളാണ് ഇവിടെയുള്ളത്. ഇവിടെ ഒരു പശുകറവയും കാര്യങ്ങളൊക്കെ ആയിട്ട് ജീവിക്കുന്ന ആള്. ഇവിടെ രാവിലെ 5:30 അവിടെ പാലിളക്കണം. ഇവിടെ ഫോറസ്റ്റ് വാച്ചർമാരെന്ന് പറയുന്നത് ഫോറസ്റ്റും പിന്നെ പറമ്പന്റെ ജീവനക്കാരും ഫോറസ്റ്റും ഇവരൊക്കെ വീട്ടിൽ കിടന്നുറങ്ങും. ഇവർ തൽക്കാലം കുറച്ച് വാച്ചർമാരെ ഇവിടെ പറഞ്ഞു വിടും. ഇവരെന്നെ ഇവർക്ക് ഒരു മാസം പണിയെടുത്ത് 30 ദിവസം പണിയെടുത്തു കഴിഞ്ഞാൽ 15 ദിവസം മസ്റ്റോളാണ് ഇവർക്ക് കൊടുക്കുക. ഈ 15 ദിവസം മസ്റ്റോൾ കൊടുത്തു കഴിഞ്ഞാൽ ഇവർ ഈ രാവിലെ നോക്കുമ്പോൾ ഈ ഇങ്ങനെ ഷാളം പൊച്ചിരിക്കും. ഇവര് പാവങ്ങളാണ്. അല്ലാണ്ട് ഈ പറമ്പന്റെ ഒരു വണ്ടിക്കാർ ഇവിടെ വരുന്നില്ല, ഒരു ഫോറസ്റ്റ് വണ്ടി ഇവിടെ വരുന്നില്ല. ആദ്യം ഇപ്പൊ ഈ രതീഷ് ഫോറസ്റ്റ് ഉണ്ടായതിനു ശേഷമാണ് ഈ സംഭവം എല്ലാം ഉണ്ടായത്. ഇപ്പൊ ഈ ആനയെ ഇവരെല്ലാം ഒഴിവാക്കി ആനയെ തുരത്തുന്നതിന് പകരം പിടിച്ചുകൊണ്ട് പോകണം തന്നെയാണ് ഇവിടെ പിടിച്ചോണ്ട് പോകണം. ഇവർക്ക് ഈ കുന്നോ ഈ മല ഇവിടുത്തെ വാച്ചർമാർക്കോ അല്ലെങ്കിൽ ഇവിടുത്തെ ഗാർഡന്മാർക്കോ ഫോറസ്റ്റർമാർക്കോ ഇവർക്ക് അറിയില്ല. ഇവർക്ക് വാച്ചർമാർക്കോ അല്ലെങ്കിൽ ഇവർക്ക് അറിയാവുന്ന രീതിയിലുള്ള വാച്ചർമാരെ ഇവിടെ നിയമിച്ചിട്ടുമില്ല. നാട്ടുകാർ പറയുന്നത് അങ്ങനെയാണ്. പരിചയസമ്പന്നരായ വാച്ചർമാരെ നിയമിച്ചില്ല, ഫോറസ്റ്റുകാരെ ലഭ്യമല്ല. ഇവിടെ നിന്നും ആനയെ പിടിച്ചുകൊണ്ടു പോകുന്ന നടപടികൾ ഉണ്ടാകണമെന്നുള്ളതാണ്. കാരണം ആനയെ താൽക്കാലികമായി കാട്ടിലേക്ക് തുരത്തുകയാണെങ്കിൽ അത് വീണ്ടും ഈ പറയുന്ന രീതിയിൽ ജനവാസ മേഖലകളിലേക്കൊക്കെ തിരിച്ചെത്താനുള്ള ഒരു സാധ്യതയുണ്ടാകും. കാരണം ഇതിൽ ശാശ്വതമായൊരു നടപടിയാകില്ല എന്ന രീതിയിലാണ് ഇവർ നിലപാട് സ്വീകരിക്കുന്നത്. പ്രത്യേകിച്ചത് ഇന്ന് രാവിലെ മുതൽ ഉണ്ടായിരുന്ന ആ പ്രതിഷേധം വനം ഈ വിഷയത്തിൽ കാണിച്ച വീഴ്ചകൾ, പ്രത്യേകിച്ച് ആദ്യഘട്ടത്തിൽ ആന റേഡിയോ കോളർ ഘടിപ്പിച്ച ആന അത് നാട്ടിലേക്ക് വരുന്നു എന്ന് തിരിച്ചറിഞ്ഞിട്ട് പോലും കൃത്യമായ നിർദ്ദേശങ്ങളോ മുന്നറിയിപ്പുകളോ നാട്ടുകാർക്ക് നൽകിയിട്ടില്ല എന്നുള്ള ആരോപണം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു വിമർശനം നാട്ടുകാർ ആദ്യഘട്ടം മുതൽ തന്നെ ഉയർത്തുന്നുണ്ട്. അതിനുശേഷമാണ് ഈ അജീഷ് മരിച്ചതിന് ശേഷം അജീഷിന്റെ മൃതദേഹം മാനന്തവാടി ടൗണിൽ വെച്ച് പ്രതിഷേധിച്ച സമയത്ത് അങ്ങോട്ടേക്കോ ഈ സംഭവം നടന്ന സ്ഥലത്തേക്കോ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ എത്തിയില്ല എന്നൊരു ആരോപണം ഉയർന്നിരുന്നു. ആകെ CCF മാത്രമാണ് അത് യോഗം നടക്കുന്ന വേദിയിൽ എത്തിയത്. മറ്റൊരു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും ഈ വിഷയത്തിൽ ഇടപെടാനോ അഭിപ്രായം പറയാനോ അല്ലെങ്കിൽ ഈ മേഖലയിലെ ജനങ്ങൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള അവർക്കൊരു വിശ്വാസമാകുന്ന രീതിയിലുള്ള ഇടപെടലുകളൊന്നും നടത്തിയിട്ടില്ല എന്നുള്ളൊരു ആരോപണം നിലനിന്നിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ വീണ്ടും ഈ രീതിയിലുള്ള ഒരു പ്രതിഷേധം ഉണ്ടായത്. അല്പസമയം മുമ്പ് ഇതൊരു അനൗൺസ്മെന്റ് ഉണ്ടായിരുന്നു. അനൗൺസ്മെന്റ് പറഞ്ഞിരുന്നത് ആനയെ കാട്ടിലേക്ക് തുരത്താനുള്ള ശ്രമങ്ങൾ ഊർജിതമായി നടത്തുന്നു എന്നുള്ളതാണ്. ഇതുകൂടി ഈ അനൗൺസ്മെന്റ് കൂടി വന്നതിന് ശേഷമാണ് ആളുകൾ ഇത്തരത്തിൽ പ്രതിഷേധവുമായി രംഗത്ത് വന്നത്. എന്തായാലും വലിയ പ്രതിഷേധം തന്നെ ഈ മേഖലയിൽ നിലനിൽക്കുന്നു. എങ്ങനെയാണോ രാവിലെ അജീഷിന്റെ മൃതദേഹവും വെച്ചിട്ട് മാനന്തവാടി ടൗണിൽ പ്രതിഷേധമുണ്ടായത്, മണിക്കൂറുകളോളം മാനന്തവാടി നഗരത്തെയും പിന്നീട് സബ് കളക്ടർ ഓഫീസിനെയും ഈ നാട്ടുകാരും അജീഷിന്റെ ബന്ധുക്കളും ചേർന്ന് എങ്ങനെയാണോ ഉപരോധിച്ചത് അതേപോലെ രീതിയിലുള്ള ഒരു പ്രതിഷേധം അത് അണയാതെ തന്നെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. എന്തായാലും അജീഷിന്റെ മൃതദേഹവും വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര സമയത്തിനകം അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് എത്തുമെന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. നാളെയാണ് സംസ്കാരം. നാളെ ഇതിന് മുൻപ് പൊതുസംസ്കാരം അടക്കമുള്ള ചടങ്ങുകളും ഉണ്ടാകും. പക്ഷേ ഇപ്പോൾ നാട്ടുകാർ ഉയർത്തുന്ന പ്രധാന വിഷയം
അജീഷിന്റെ കുടുംബവുമായി ബന്ധപ്പെട്ട് അവർ ആവശ്യപ്പെട്ട കാര്യങ്ങളൊക്കെ എന്നുള്ള ഒരു ഉറപ്പ് നൽകിയിട്ടുണ്ടെങ്കിലും ഈ മേഖലയിൽ നിലനിൽക്കുന്ന ഈ വന്യമൃഗ ആക്രമണങ്ങളുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ അത് പരിഹരിക്കാൻ നിരന്തരമായി ആനകൾ കാട്ടിൽ നിന്ന് നാട്ടിലേക്ക് ഇറങ്ങുന്ന സാഹചര്യങ്ങൾ അതിന് ശാശ്വതമായ പരിഹാരങ്ങൾ കണ്ടെത്താൻ പരിഹാര മാർഗങ്ങൾ കണ്ടെത്താൻ എന്ത് നടപടിയാണ് സർക്കാരും ഈ പറഞ്ഞ രീതിയിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരും ഒക്കെ സ്വീകരിച്ചതെന്നുള്ളൊരു ചോദ്യം അത് ബാക്കി നിൽക്കുകയാണ്. കാലങ്ങളായിട്ടുള്ള ആവശ്യങ്ങളുണ്ട്, അത് പരിഗണിക്കാമെന്ന് പലവട്ടം നൽകിയ ഉറപ്പുകളുണ്ട്. പക്ഷേ അവയൊന്നും പാലിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളൊരു ആരോപണവും വിമർശനവും അതിനുമായി ബന്ധപ്പെട്ട രോക്ഷവും ഈ മേഖലയിൽ അതേ രീതിയിൽ തന്നെ നിലനിൽക്കുന്നു. KP നാട്ടുകാർ വലിയ പ്രതിഷേധത്തിലാണ്. താൽക്കാലികമായി കാട്ടിലേക്ക് തുരത്തിയാൽ മാത്രമല്ല ശാശ്വതമായ ഒരു പരിഹാരം വേണം, മയക്കുവെടി വെച്ച് ദൂരത്തേക്ക് മാറ്റണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. അതേസമയം തന്നെ അജീഷിൻ്റെ മൃതദേഹവുമായുള്ള വിലാപയാത്ര വീട്ടിലേക്ക് പോവുകയാണ്. പ്രജിത് മോഹനാണ് വിശദാംശങ്ങൾ നൽകിയത്.